വസന്ത. അദ്ദേഹം കമ്പോസ് ചെയ്ത ഒരു പാട്ട് നമ്മൾ ഓൾറെഡി കേട്ടു. എന്താണ് റൊമാൻസ് എന്ന സിനിമയുടെ ആൽബത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? റൊമാൻസ് സിനിമ ചെയ്തു തുടങ്ങിയപ്പോൾ 3 പാട്ടും സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തീർന്നു കഴിഞ്ഞപ്പോൾ 14 പാട്ടുമായൊരു പടമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം എൻ്റെ ദേഹത്തുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പടം ഇഷ്ടമാണെങ്കിൽ പാട്ടും ഇഷ്ടമാവും, പടം ഇഷ്ടമില്ലെങ്കിൽ പാട്ടും ഇഷ്ടാവില്ല. എല്ലാവരും പടം പോയി കാണുക. ഗിവ് us a chance. I think you will like it. Thank you. നമ്മുടെ ഈ കൊടക് വെഡ്ഡിംഗ് സോങ് കമ്പോസ് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ചാലഞ്ചിങ് ആയിരുന്നോ? അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലായോ? ഇല്ല, ഇവൻ്റെ കൂടെയുള്ള എല്ലാം ചാലഞ്ചിങ് ആണ്. കുറച്ച് പണിയാണ് സാധനം മേടിച്ചെടുക്കാൻ. പക്ഷേ ഫൺ പുതിയ എക്സ്പീരിയൻസ്. ഞാനായിരുന്നു ചെയ്തത്. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ കൂടെ കൊണ്ട് നടക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം നല്ലൊരു മ്യൂസീഷ്യൻ മാത്രമല്ല നല്ലൊരു സിംഗറും കൂടിയാണ്. സോ ചെറിയൊരു റിക്വസ്റ്റ്, ഗോവിന്ദേട്ടന് ഇഷ്ടമുള്ള ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടുമോ? ഫ്യൂ ലൈൻസ് പ്ലീസ്. വേണ്ടേ? ഒന്ന് കൈയടിച്ച് വാസലിക്ക്. കം ഓൺ, ദാറ്റ്സ് ഓൾ റിക്വസ്റ്റഡ്. പ്ലീസ് സിംഗ് a few lines for us. சீரும் புலியை பார்த்தே சிரிக்கின்ற சிசுவை போலே கோபங்கள் மறந்த சிரிப்பேனே கதறாமல் பூவிலும் குளத்தின் மேலே உருவாகும் வளையல் போலே நான் வாழ்க அதிர்வை கொதிர்ப்பேனே கதறாமல் தானே நானே நாதினே தானே நானே நாதினே தானே தானே நாதினே താരോ ആരിരാരിരോ. താങ്ക് യു. വാവ്, വെരി സോൾഫുൾ സോങ്. വളരെയധികം ഫീലോട് കൂടിയാണ് അദ്ദേഹം പാടിയത്. അതുകൊണ്ട് തന്നെ നമുക്കും അത്രയും അധികം ഫീലോട് കൂടി എൻജോയ് ചെയ്യാൻ സാധിച്ചു. മൂവിങ് ഓൺ, നൗ ഐ വുഡ് ലൈക്ക് ടു